ഇപ്പോൾ വൈകിട്ട് 4 മണി 5 മണി എന്ന് പറഞ്ഞാലും നമ്മുടെ സൂര്യന് ഒരു ഉന്മേഷക്കുറവും ഇല്ല. ഭയങ്കരമായിട്ട് ചൂട് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചെടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. എല്ലാതും വാടി തളർന്നിരിക്കുകയാണ് കേട്ടോ. അതെ, ഈ ഒരു ഭാഗത്ത് ഫുള്ള് കൃഷ്ണ തുളസി ആയിരുന്നു, അതൊക്കെ വാടി തളർന്ന് കുറേ എണ്ണം നശിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലില്ലാതെ 2 ദിവസം വെള്ളം ഒഴിച്ചെടുക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ടേ വാടുന്നുണ്ട്. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചെടുക്കാണ്ടിരുന്നുള്ള അവസ്ഥ പറയണ്ടല്ലോ, കുറേ എണ്ണം നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വലിയ രീതിയിലേക്ക് കൃഷ്ണ തുളസിയൊക്കെ വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു. ഇപ്പോൾ അവസ്ഥ നോക്കിയേ, ഒക്കെ ഇതാ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സമയത്ത് വീട്ടിൽ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ റീസൺ എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പൂവാണ് കേട്ടോ ഇത്. ഒരുപാട് കാലം ഇതിങ്ങനെ വാടാതെ തന്നെ നിൽക്കും. ഇത് എന്തുകൊണ്ടാണ് വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തോ രോഗം വരുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ മുള്ളുള്ള കാരണമാണോ, ഇതിൻ്റെ തണ്ടിൽ മുള്ളുണ്ടല്ലോ അത് കാരണം കൊണ്ടാണോ ഇത് വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഈ ഒരു ചെടിയും അതേപോലെ തന്നെ ഇതിൻ്റെ പൂവാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട്. ഒരുപാട് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നശിച്ചു. ഇപ്പോൾ ഇത് ഈ ഒരു വലിയൊരു ലീഫ് ഉള്ളതും പിന്നെ ചെറിയൊരു ലീഫ് ഉള്ളതൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയുടെ അവസ്ഥ നോക്കി, നല്ല രീതിക്ക് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളം കൂടിയും കിട്ടാണ്ടായപ്പോൾ ആകെ വാടി കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനത് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ നമുക്കിനി വേറെ ചെടിയോ അല്ലെങ്കിൽ ഈ ഒരു ചെടി തന്നെ നമുക്ക് എന്താ പറയുക മാറ്റി നടുക എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്തായാലും അതിലുണ്ടായിരുന്നത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാതെ എൻ്റെ മോളും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.